ഹേയ് പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കൊടൈക്കനാൽ വരെ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയെ കാണിക്കാം. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മളൊരു ഓട്ടോ എടുത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഈഞ്ചക്കൽ ഹൈവേ പണി നടക്കുന്നത് കാരണം നമ്മൾ ട്രാഫിക്കിൽ പെട്ടു കുറച്ച് സമയം അവിടെ വേസ്റ്റ് ചെയ്യേണ്ടി വന്നു. തിരുനെൽവേലി ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഇനി കൊടൈക്കനാലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടൈക്കനാലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. തമിഴ്നാട് റൂട്ടിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പഴയ പാട്ടൊക്കെ കേട്ട് പോകാൻ നല്ലൊരു വൈബാണ്. യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇവിടെ കൊടൈക്കനാലിൽ ലാൻഡ് ആയിട്ടുണ്ട്. എങ്ങോട്ടൊന്നും ഇല്ലാതെ നടക്കുകയാണ്, കാരണം റൂമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെയാണ് അതൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തൽക്കാലം നമ്മുടെ ജോയിയാണ് നമ്മുടെ മാപ്പ്, കാരണം കൂടുതൽ തവണ ജോയ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജോയിയാണ് നമ്മൾ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു ചെറിയൊരു തട്ടുകടയിൽ കയറിയിരിക്കുകയാണ്. കോഴിത്തൂലിട്ട് ബില്ലി എന്ന് പറഞ്ഞ പൂച്ച ഹിന്ദിയിൽ അങ്ങനെ അറിയത്തില്ലല്ലോ. കട്ടിയെ പോലെ പൂച്ച അങ്ങനെ ആക്രമിച്ചത്. നമ്മൾ കൊടൈക്കനാൽ വന്നിട്ടപ്പോൾ റൂം എടുത്തിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൂം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. 3 പേർക്കും കൂടെ 1500 രൂപയാണ്. ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാന്, AC-യുടെ ആവശ്യം ഇവിടെ ഇല്ല. പിന്നെ ബാത്റൂമൊക്കെ നല്ല പക്കയാണ്. ബാത്റൂമൊക്കെ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ റൂം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 10 മണിക്ക് ചെക്ക് ഇൻ എന്ന് പറഞ്ഞു, എങ്കിലും നമ്മൾ കുറച്ചല്പം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം പഴയ ഗസ്റ്റ് കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നതിന് എന്തായാലും പ്രയോജനം ഉണ്ടായെന്നാണ് പറയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നമ്മളൊന്ന് റെഡിയായിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം.
ഓക്കെ, എവിടെയാണ് വണ്ടി ഇരിപ്പുള്ളത്? ഇതാണ് അപ്പർ ലേക്ക് വ്യൂ. ഇവിടെ നിന്ന് കഴിഞ്ഞ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലേക്കിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഗ്രീൻ വാലി വ്യൂ കാണാനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. அந்த மலை எடுக்கணும் கிடைக்காது, அதான் கிடைக்காது. എന്നാ പോ. ഏറെ ഈ കാണുന്നതാണ് പില്ലർ റോക്ക്. ഉയരമുള്ള രണ്ട് പാറകൾ തൂണിൻ്റെ ആകൃതിയിൽ ഇരിക്കുന്നതാണ് ഇത് പില്ലർ റോക്ക് എന്നറിയപ്പെടുന്നത്. ഗോലി സോഡ, നമ്മളങ്ങനെ ഗോലി സോഡ ട്രൈ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ സുഭാഷിൻ്റെ സ്വന്തം ഗുണ കേവിൻ്റെ എൻട്രൻസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഉള്ളിലേക്കുള്ള കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. വരൂ. സുഭാഷേ, വിളുന്തായ നീ ഇതാണ് പൈൻ ഫോറസ്റ്റ്. അങ്ങനെ കൊടൈക്കനാലിലെ വിസ്മയകരമായ കാഴ്ചകളൊക്കെ കണ്ട് തുടങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.